നമസ്കാരം. സുപ്രീം വോയിസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കയ്യേറ്റ ശ്രമം നടത്തിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വടക്കാഞ്ചേരിയിൽ CPM പ്രതിഷേധ പ്രകടനം നടത്തി. ദുബായിൽ വെച്ച് നടന്ന ഏഷ്യൻ യോഗ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ അർജുൻ സിവിയെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. മുണ്ടത്തിക്കോട് ക്രിസ്തുരാജ ദേവാലയത്തിൽ സംയുക്ത ഊട്ടുതിരുനാൾ ആഗസ്റ്റ് 15 വെള്ളിയാഴ്ച. വാർത്തകൾ വിശദമായി. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കയ്യേറ്റ ശ്രമം നടത്തിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വടക്കാഞ്ചേരിയിൽ CPM പ്രതിഷേധ പ്രകടനം നടത്തി. തൃശൂരിൽ കള്ളവോട്ട് ചേർത്ത് ജനാധിപത്യം അട്ടിമറിച്ച BJPയുടെ ക്രിമിനൽ ഗുണ്ടാ സംഘം CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കയ്യേറ്റ ശ്രമം നടത്തിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വടക്കാഞ്ചേരിയിൽ CPM പ്രതിഷേധ പ്രകടനം നടത്തി. CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ NK പ്രമോദ് കുമാർ, TR രഞ്ജിത്ത്, മിനി അരവിന്ദൻ, MJ ബിനോയ്, KP മദനൻ, PN അനിൽകുമാർ, AS സുരേന്ദ്രൻ, MM മഹേഷ്, MU സുരേഷ്, KU പ്രദീപ്, VA സുരേഷ്, മിഥുൻ സജീവ്, KM മുഹമ്മദ് അലി തുടങ്ങിയവർ പങ്കെടുത്തു. ദുബായിൽ വെച്ച് നടന്ന ഏഷ്യൻ യോഗ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ അർജുൻ സിവിയെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ദുബായിൽ വെച്ച് നടന്ന ഏഷ്യൻ യോഗ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പരമ്പരാഗത ആസന ജൂനിയർ വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ വടക്കാഞ്ചേരി നഗരസഭാ ഡിവിഷൻ 4 അർജുൻ സിവിക്ക് അവാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. DCC സെക്രട്ടറിമാരായ K അജിത് കുമാർ, ഷാഹിദ ടീച്ചർ, TV സണ്ണി, ബിജു ഇസ്മായിൽ, ശശിമംഗലം, ജിജോ തലക്കാടൻ, അനു സെബാസ്റ്റ്യൻ, അജീഷ് എടക്കളത്തൂർ, കൊച്ചുദേവസി, സിബി ജോണി, ജോൺസൺ TK എന്നിവർ പങ്കെടുത്തു. മുണ്ടത്തിക്കോട് ക്രിസ്തുരാജ ദേവാലയത്തിൽ സംയുക്ത ഊട്ടുതിരുനാൾ ആഗസ്റ്റ് 15 വെള്ളിയാഴ്ച. മുണ്ടത്തിക്കോട് ക്രിസ്തുരാജ ദേവാലയത്തിൽ പരിശുദ്ധ കന്യക മാതാവിന്റെയും ദർശന സഭയുടെയും സംയുക്ത ഊട്ടുതിരുനാൾ ആഗസ്റ്റ് 15 വെള്ളിയാഴ്ച ആഘോഷിക്കുന്നു. തിരുനാൾ ദിവസം രാവിലെ 9 മണിക്ക് ദർശന സഭ പ്രസിഡന്റിമാരെ സെന്റ് ജോൺസ് കപ്പേളയിൽ നിന്ന് പള്ളിയിലേക്ക് സ്വീകരിക്കുന്നു. തുടർന്ന് ഫാദർ ജോബ് വടക്കൻ വികാരിയുടെ നേതൃത്വത്തിൽ 9:30 ലതീഞ്ഞ് ആഘോഷമായ തിരുനാൾ കുർബാന, നൊവേന, പ്രദക്ഷിണവും ഉണ്ടായിരിക്കും. തുടർന്ന് ഊട്ടുനേർച്ച ആശീർവാദവും ഊട്ടുനേർച്ച വിതരണവും ഉണ്ടായിരിക്കും. നാടെങ്ങും സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ അലയടികൾ ഉയരുന്നതോടൊപ്പം തന്നെ വടക്കാഞ്ചേരി നഗരത്തിലും ആഘോഷങ്ങൾക്ക് തുടക്കം. സുപ്രീം വോയിസ് സ്പെഷ്യൽ. കോവിഡ് മഹാമാരിക്ക് ശേഷവും കേരളം കണ്ട വലിയ പ്രളയത്തിന് ശേഷവും വീണ്ടും ഒരു സ്വാതന്ത്ര്യദിനം കൂടി കടന്നുവരികയാണ്. രാജ്യസ്നേഹം പ്രകടിപ്പിക്കുന്നതിനായി വിവിധ തരം ഉൽപ്പന്നങ്ങളാണ് വിപണി ഇടം പിടിച്ചിരിക്കുന്നത്. വിവിധ രൂപത്തിലും വലുപ്പത്തിലും എണ്ണമറ്റ ഉൽപ്പന്നങ്ങളാണ് വിപണിയിൽ എത്തിയിരിക്കുന്നത്. കോട്ടൺ, സിൽക്ക്, ഖാദി, സാറ്റിൻ എന്നിവയിൽ തീർത്ത കൊടികൾ, ബാഡ്ജുകൾ, അരങ്ങ്, ബലൂണുകൾ, പൂക്കൾ എന്നിവയാണ് വിപണി കീഴടക്കിയിരിക്കുന്നത്. ഇടവേള. ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എല്ലാ ബ്രാൻഡഡ് കണ്ണടകളും, ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാവിധ കണ്ണടകളും കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ട സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭ്യമാണ്. ജോൺസൺസ് കണ്ണട വ്യാപാരം, ഓപ്പോസിറ്റ് ഡിവൈൻ ഹോസ്പിറ്റൽ, വടക്കാഞ്ചേരി. ഫോൺ 0488423007 9496347407. വാർത്തകൾ തുടരുന്നു. അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ മരുന്നുകൾ സീറോ പ്രോഫിറ്റ് കൗണ്ടറുകൾ വഴി ലഭ്യമാക്കും. മന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്ത് അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞവർക്ക് കാരുണ്യ സ്പർശം സീറോ പ്രോഫിറ്റ് കൗണ്ടറുകൾ വഴി മരുന്നുകൾ വില കുറച്ച് നൽകാൻ നടപടി സ്വീകരിച്ചതായി മന്ത്രി വീണ ജോർജ്. മരണാനന്തര അവയവദാതാക്കളെ അനുസ്മരിക്കലും കുടുംബാംഗങ്ങളെ ആദരിക്കുകയും ചെയ്യുന്ന സ്മൃതി വന്ദനം പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി.
മരണാനന്തര അവയവദാനം ചെയ്യുന്ന കുടുംബങ്ങളെ ആദരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വൈകാതെ ഉത്തരവ് പുറത്തിറക്കും. സംസ്ഥാനത്ത് അവയവത്തിനായി കാത്തിരിക്കുന്ന 2801 രോഗികളുണ്ട്. ജീവിച്ചിരിക്കുന്നവർ തമ്മിലുള്ള അവയവദാനത്തെക്കാൾ മരണാനന്തര അവയവദാനം വർദ്ധിക്കേണ്ടതുണ്ട്. മസ്തിഷ്ക മരണാനന്തരം ഒരാൾക്ക് 8-ലധികം പേർക്ക് പുതുജീവൻ നൽകാനാകുമെന്നും മന്ത്രി പറഞ്ഞു. കള്ളവോട്ടിൽ മറുപടിയില്ലാതെ സുരേഷ് ഗോപി. തൃശൂരിലെ വ്യാജ വോട്ട് വിഷയത്തിൽ മറുപടിയില്ലാതെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കള്ളവോട്ടുകൾ പിടിക്കപ്പെട്ടതിന് ശേഷം ആദ്യമായി തൃശൂരിലെത്തിയ സുരേഷ് ഗോപിയോട് മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചുവെങ്കിലും ഒന്നും പ്രതികരിച്ചില്ല. ഇത്രത്തോളം സഹായിച്ചതിന് നന്ദി എന്ന് മാത്രമാണ് സുരേഷ് ഗോപി പരിഹാസത്തോടെ പറഞ്ഞത്. ചില ബിഷപ്പുമാർക്ക് സംഘപരിവാർ അജണ്ട മനസ്സിലാകുന്നില്ല. MV ഗോവിന്ദൻ. അവസരവാദ നിലപാട് സ്വീകരിച്ചവരെയാണ് അവസരവാദിയെന്ന് വിളിച്ചതെന്നും അത് ശരിയായ നിലപാടാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ആഭ്യന്തര ശത്രുക്കളായി BJP കാണുന്നത് കമ്മ്യൂണിസ്റ്റുകാരെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയുമാണ്. ചില ബിഷപ്പുമാർക്ക് സംഘപരിവാറിന്റെ ഈ അജണ്ട മനസ്സിലാകുന്നില്ല. കന്യാസ്ത്രീകൾക്കെതിരായ കേസിൽ ജാമ്യം കിട്ടുന്നതുവരെ ഒരു നിലപാടും ജാമ്യം കിട്ടിയപ്പോൾ മറ്റൊരു നിലപാടും അവസരവാദപരമാണ്. സഭാ നേതൃത്വത്തെയാകെ വിമർശിച്ചിട്ടില്ല. ക്രിസ്തീയ സഭകളുമായി ഒരു പ്രശ്നവും CPM-നില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസ് ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് ചെറുതുരുത്തി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസ് ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് ചെറുതുരുത്തി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുതുരുത്തി ടൗണിൽ ഇന്ന് വൈകിട്ട് നടന്ന പ്രകടനം തൃശൂർ നോർത്ത് ജില്ലാ സെക്രട്ടറി നിത്യസാഗർ ഉദ്ഘാടനം ചെയ്തു. ചെറുതുരുത്തി മണ്ഡലം പ്രസിഡന്റ് MA രാജു അധ്യക്ഷത വഹിച്ചു. തൃശൂർ നോർത്ത് ജില്ലാ സെക്രട്ടറി VC ഷാജി, മണ്ഡലം സെക്രട്ടറിമാരായ രാധാകൃഷ്ണൻ, റഗിൽ, പഞ്ചായത്ത് ഭാരവാഹികളായ നാരായണൻ, ബാലകൃഷ്ണൻ വരവൂർ, രാമചന്ദ്രൻ കുന്നത്ത്, ഭാസ്കരൻ MN എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഹാസ്യതാരം VD രാജപ്പന്റെ ഭാര്യ സുലോചന അന്തരിച്ചു. ഹാസ്യതാരം VD രാജപ്പന്റെ ഭാര്യ സുലോചന T അന്തരിച്ചു. ഇന്ന് പുലർച്ചെയോടെയായിരുന്നു അന്ത്യം. ഇന്ന് വൈകിട്ട് 5 മണിക്ക് പേരൂരുള്ള വീട്ടുവളപ്പിൽ സംസ്കരിക്കും. കോട്ടയം ജനറൽ ആശുപത്രിയിലെ റിട്ടയർഡ് ഹെഡ് നഴ്സായിരുന്നു സുലോചന. 2016-ലാണ് പാരഡികളുടെ രാജാവായ നടൻ രാജപ്പൻ വിടവാങ്ങിയത്. ശാരീരിക അവശതകളെ തുടർന്ന് ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം. കോട്ടയത്ത് ജനിച്ച VD രാജപ്പൻ ഒരു കാലത്ത് കഥാപ്രസംഗ വേദികളിൽ നിറഞ്ഞുനിന്ന കലാകാരനായിരുന്നു. ചേലക്കരയിൽ ഹൃദയാഘാതത്തെ തുടർന്ന് വിദ്യാർത്ഥിനി മരിച്ചു. തോന്നൂർക്കര കുറ്റിക്കാട് ഉന്നതി കൃപാനഗറിലെ വാസുദേവന്റെ മകൾ രുദ്രയാണ് മരിച്ചത്. പനി ബാധിച്ച് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ചേലക്കര SMT സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയാണ്. ADGP MR അജിത് കുമാറിന് തിരിച്ചടി. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസിന്റെ ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് തള്ളി കോടതി. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിന് തിരിച്ചടി. ADGPക്ക് ക്ലീൻ ചിറ്റ് നൽകി വിജിലൻസ് സമർപ്പിച്ച റിപ്പോർട്ട് പ്രത്യേക വിജിലൻസ് കോടതി തള്ളി. സർക്കാർ നേരത്തെ അംഗീകരിച്ച റിപ്പോർട്ടാണ് കോടതി തള്ളിയത്. കേസ് ഡയറിയും അന്വേഷണ റിപ്പോർട്ടിന്റെ ഒറിജിനൽ പകർപ്പും അന്വേഷണം സംബന്ധിച്ച സർക്കാർ ഉത്തരവിന്റെ പകർപ്പും സാക്ഷിമൊഴികളും പരിശോധിച്ചതിന് ശേഷമാണ് കോടതിയുടെ നടപടി. പ്രധാന വാർത്തകൾ വീണ്ടും. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കയ്യേറ്റ ശ്രമം നടത്തിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വടക്കാഞ്ചേരിയിൽ CPM പ്രതിഷേധ പ്രകടനം നടത്തി. ദുബായിൽ വെച്ച് നടന്ന ഏഷ്യൻ യോഗ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ അർജുൻ CV-യെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. മുണ്ടത്തിക്കോട് ക്രിസ്തുരാജ ദേവാലയത്തിൽ സംയുക്ത ഊട്ടുതിരുനാൾ ആഗസ്റ്റ് 15 വെള്ളിയാഴ്ച. ഇതോടുകൂടി വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.